സ്ത്രീകളുടെ നിയമ സംരക്ഷണത്തെക്കുറിച്ച് ജനമൈത്രി പോലീസിന്റെയും അതിയാമ്പൂർ പാർക്കോ ക്ലബിന്റെയും നേതൃത്വത്തിൽ സെമിനാർ നടത്തി. അതിയാമ്പൂരിൽ നടന്ന സെമിനാർ ഐജി ബി സന്ധ്യ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് പ്രാദേശികമായി ലഭ്യമായിട്ടുള്ള നമുക്ക് ബീറ്റ് ഓഫീസറെ വിളിച്ചു പറയാം. അതല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഒരു പെൺകുട്ടിയല്ല, ഒരു വീട്ടമ്മയായിക്കോട്ടെ, 50 വയസ്സുള്ള ഒരു വീട്ടമ്മയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായി, അവര് ആ കാര്യം പോലീസിൽ റിപ്പോർട്ട് ചെയ്താൽ എന്താ പലരും പറയുക? ആ പെണ്ണും പിള്ളക്ക് മുണ്ടാണ്ടിരുന്നൂടായിരുന്നോ? ഇത് നമ്മുടെ കുഞ്ഞു കുട്ടികളെ വരെ നമ്മൾ അങ്ങ് പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. 2007 നടന്ന ഒരു സംഭവം ഇന്ന് പത്രത്തിൽ വായിച്ചു കാണും. 2007 ഏതാനും സ്കൂൾ കുട്ടികളെ 4ലും 3ലും ഒക്കെ പഠിക്കുന്ന ചെറിയ കുട്ടികളെ അധ്യാപകൻ തന്നെ പീഡിപ്പിച്ചൊരു സംഭവം ഉണ്ടായി. ഒച്ചപ്പാടായി. അപ്പൊ തന്നെ തിരുവനന്തപുരത്ത് ബറ്റാലിയൻ ഐജിയായിരുന്നു എന്നോട് അവിടെ പോയി ക്യാമ്പ് ചെയ്ത് അന്വേഷിക്കാനായിട്ട് നമ്മുടെ ആഭ്യന്തരമന്ത്രി പറഞ്ഞു. പോയി അന്വേഷിച്ചു, സത്യമാണെന്ന് ബോധ്യപ്പെട്ടു. അധ്യാപകന് എതിരെ നമ്മൾ കേസെടുത്തു. ഇന്ന് 30 വർഷം ശിക്ഷ ആ അധ്യാപകന് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ അന്ന് ഈ കുട്ടികളുടെ അമ്മമാര് കരഞ്ഞുകൊണ്ട് വന്നിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ കുട്ടികളെ ഇനി ഇതിന്റെ പേരിൽ കോടതി കയറ്റാനും ഈ കുട്ടികൾ പ്രായപൂർത്തിയായി കഴിഞ്ഞിട്ട് കോഴിക്കോടിൽ നടക്കാനൊന്നും ഇടവരരുത്. അവര് വളയത്തുള്ള ആളുകളാണ്. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഇല്ല, അങ്ങനെ ഉണ്ടാവില്ല. അടഞ്ഞ ആ കോടതി മുറിക്കുള്ളിൽ ഒരു തവണ ഇത് പറയേണ്ടി മാത്രമേ വരികയുള്ളൂ. ഈ ധൈര്യം കാണിച്ചത് വലിയ കാര്യമായി. ഈ അമ്മമാർ അവരെല്ലാവരും ആ പർദ്ദയൊക്കെ ധരിച്ച് വളരെ ബുദ്ധിമുട്ടിയാണ് എന്നോട് പോലും വന്ന് സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ അമ്മമാർ അന്ന് കാണിച്ച ധൈര്യം ഇന്ന് ഒരു ശിക്ഷയുടെ രൂപത്തിൽ വന്നിരിക്കുകയാണ്. ഇത് സമൂഹത്തിനൊരു വലിയ പാഠമാണ്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടില് നടന്നു വരുന്ന എന്താണ്? പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയുടെ പേരിൽ ഗ്രാമം അറിയപ്പെടുക, ഇല്ലേ? ആ ഗ്രാമം കേരളം മുഴുവൻ അറിയപ്പെടുന്നത് ആ ഇന്ന സ്ത്രീ പീഡനം നടന്ന ഗ്രാമമെന്ന്. എന്താ അതിന്റെ ഫലം? ഇതുപോലെ തന്നെ ഒരു അവസരത്തിൽ എനിക്ക് കാണുവാനിടയായ ഒരു പെൺകുട്ടി പീഡനത്തിനിരയായി അവസാനം തിരിച്ച് വീട്ടിലെത്തി. പ്രതികളെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നെ സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാവരും ആ പെൺകുട്ടിയുടെ വീട് സ്ഥിരം സന്ദർശിക്കുകയായി. ആശ്വാസം നൽകാനാണെന്നാണ് വെപ്പ്. അപ്പൊ ഇത് കണ്ടിട്ട് തൊട്ടടുത്ത വീട്ടിലെ ഒരു അമ്മ ഈ കുട്ടിയെടുത്ത് പറഞ്ഞു, നീ കാരണം ഇനി ഞങ്ങളുടെ പെൺമക്കൾക്ക് കൂടി കല്യാണം നടക്കാതെ പോകും. ഈ നാടിനി നിന്റെ ചീത്തപ്പേരിലായിരിക്കും അറിയപ്പെടാൻ പോകുന്നത്. അത് കേട്ട് മനം നൊന്ത് ആ കുട്ടി ആത്മഹത്യ ചെയ്തു. അതും നടന്നത് ഈ കേരളത്തിലാണ്. അപ്പൊ ഈ രണ്ട് സംഭവങ്ങളുടെയും വ്യത്യാസം എന്താണ്? അപ്പൊ ആദ്യം പറഞ്ഞ സംഭവത്തിൽ, ഇന്ന് നിങ്ങൾ പത്രത്തിൽ വായിച്ച സംഭവത്തിൽ എല്ലാവർക്കും, ആ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് ഈ പീഡനത്തിനിരയായ കുടുംബങ്ങൾക്കും കുട്ടികൾക്കും ആശ്വാസം നൽകുവാനും പോലീസിൽ അത് അവതരിപ്പിക്കുവാനും സാധിച്ചു. അങ്ങനെ ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ട് ആ പ്രതിയെ നിയമത്തിന്റെ കീഴിൽ കൊണ്ടുവരാൻ സാധിച്ചു. ഞാൻ രണ്ടാമത് പറഞ്ഞ സംഭവത്തിൽ സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികളും നിലവിലുള്ള നിയമ സംരക്ഷണവും എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ. ആലീസ് കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു.